സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം വീണ്ടും സജീവമാകുന്നു. സഭാ നേതൃത്വത്തിന്റെ സർക്കുലർ കത്തിച്ച് അൽമയ മുന്നേറ്റം പ്രതിഷേധിച്ചു. മറുവിഭാഗം ഇടപ്പള്ളി പള്ളിക്ക് മുന്നിൽ സർക്കുലർ വായിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. ജൂലൈ 3 അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച സർക്കുലറാണ് അൽമയ മുന്നേറ്റവും വൈദിക സമിതിയും ബഹിഷ്കരിച്ചത്. വൈറ്റില എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സർക്കുലർ വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞായിരുന്നു അൽമയ മുന്നേറ്റത്തിന്റെ പ്രതിഷേധം. ഒരു കാരണവശാലും ഏകീകൃത കുർബാന അംഗീകരിക്കില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി. ഏകീയ കുർബാന ഇവിടെ അർപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതായത് ഈ 500ഓളം വരുന്ന വൈദികരെയും 6 ലക്ഷം വരുന്ന അൽമാരെയും ഇവർ ഒരു കടലാസിലൂടെ പുറത്താക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഈ ജനങ്ങളും വൈദികരും ഒരിക്കലും അംഗീകരിക്കില്ല. അത് ഞങ്ങൾ കയ്യോടെ തന്നെ തള്ളിക്കളയുന്നു. താഴത്ത് മാർപ്പാപ്പിക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളും വൈദികനും ഒരു രീതിയിലും നമ്മളോട് സഹകരിച്ചു പോകുന്നവരല്ല. അവർ ക്രിസ്തീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. മാത്രമല്ല അവർ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം ചെയ്യണത് എന്ന് വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പ്രകാരമാണ്. അവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ ഇവിടെ എന്താ നടക്കണമെന്നുള്ളത്. സത്യം പോയി അറിയിപ്പിക്കേണ്ട നമ്മുടെ പിതാക്കന്മാരെ നമുക്കെതിരെ ദുഷ്ടലാക്കോടുകൂടെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി നമ്മളെ ഇല്ലാതാക്കാനായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എല്ലാ നീക്കങ്ങളെയും ഞങ്ങൾ ചടുലമായി തടുക്കും. സർക്കുലർ കത്തിച്ചുകൊണ്ടായിരുന്നു സഭയുടെ ആസ്ഥാന ദേവാലയത്തിന് മുന്നിലെ പ്രതിഷേധം. അതേസമയം ഇടപ്പള്ളി പള്ളിക്ക് മുന്നിൽ ഏകീകൃത കുർബാന അനുകൂലികൾ സഭാ സർക്കുലർ വായിച്ചത് സംഘർഷത്തിന് കാരണമായി. ഒരു വിഭാഗം എതിർപ്പുമായി എത്തിയതാണ് വാക്കുതർക്കത്തിൽ കലാശിച്ചത്. സിനഡ് യോഗം 19-ാം തീയതി വീണ്ടും തുടരും. കുർബാന തർക്കമാണ് സിനഡ് യോഗത്തിലെ പ്രധാന വിഷയം. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.